കോഴിക്കോട് എരഞ്ഞിപ്പാലം ബൈപ്പാസിൽ ബീവറേജസ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് നിയമം ലംഘിച്ചാണെന്ന് കണ്ടെത്തി. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് 200 മീറ്റർ അകലം വേണമെന്ന നിബന്ധനയാണ് അട്ടിമറിക്കപ്പെട്ടത്. ഇക്കാര്യം എക്സൈസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയെങ്കിലും ഔട്ട്ലെറ്റ് മാറ്റാനുള്ള നടപടി ഇതുവരെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. കുന്നമംഗലത്ത് നിന്നും കുടിയിറക്കപ്പെട്ടപ്പോഴായിരുന്നു എരഞ്ഞിപ്പാലം ബൈപ്പാസിലേക്കുള്ള ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിന്റെ കുടിയേറ്റം. പക്ഷേ നിയമവിരുദ്ധമായിരുന്നു കുടിയേറ്റമെന്നാണ് എക്സൈസിന്റെ അന്വേഷണ റിപ്പോർട്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 200 മീറ്റർ പരിധിയിൽ മദ്യശാലകൾ പാടില്ലെന്നാണ് വ്യവസ്ഥ. എന്നാൽ തൊട്ടടുത്ത കെട്ടിടത്തിലാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ അഫിലിയേഷനുള്ള ആർക്കിടെക്ചർ സ്ഥാപനമായ അവാനി പ്രവർത്തിക്കുന്നത്. ഒപ്പം മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. അവാനിയുടെ പരാതിയെ തുടർന്ന് കളക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സൈസ് ദൂരപരിധി പരിശോധന നടത്തി. കെട്ടിടത്തിന്റെ 5ാം നില വരെ അളന്നിട്ടും 140 മീറ്ററിൽ താഴെയായിരുന്നു രണ്ട് സ്ഥാപനങ്ങളും തമ്മിലുള്ള അകലം. പക്ഷേ ഈ അളവ് പൂർത്തിയാക്കി 1 മാസമായിട്ടും ഔട്ട്ലെറ്റ് മാറ്റാൻ തയ്യാറായില്ല. 200 മീറ്റർ കൂടുതൽ പാടില്ലെന്നാണ്. നമ്മൾ നടക്കുമ്പോൾ 50-60 മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. മന്ത്രിമാരെയും അവരെല്ലാം കണ്ട് സംസാരിച്ച് അവർ വേണ്ടത് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. കഴിയുന്ന വേഗം മാറുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാനതിലെ കോടതി പോകണം. ബിവറേജസ് ഔട്ട്ലെറ്റിന് തൊട്ടടുത്ത് തന്നെ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഔട്ട്ലെറ്റ് മാറ്റുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ലെന്നായിരുന്നു എക്സൈസ് സർക്കിളിന്റെ മറുപടി. പിന്നിൽ കാണുന്ന മതിലിന്റെ അകലം മാത്രമാണ് ബിവറേജസ് ഔട്ട്ലെറ്റും കോളേജും തമ്മിലുള്ളത്. ദൂരപരിധി നിയമം ലംഘിക്കപ്പെട്ടുവെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തം. ഇക്കാര്യം എക്സൈസും സമ്മതിക്കുന്നു. ഇനി വേണ്ടത് നടപടിയാണ്. ഷിബു ചെടിച്ചേരിക്കൊപ്പം KR സാജു, മീഡിയ വൺ കോഴിക്കോട്.